വെറും 10 രൂപയുടെ ടിഷ്യൂ പേപ്പർ കൊണ്ട് നമുക്കൊരു 5 മുഴമെങ്കിലും മുല്ലപ്പൂ ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഞാനൊരു 3 പേപ്പർ വെച്ചാണ് ദേ ഇത്രയും ഉണ്ടാക്കിയത്. ഓണത്തിന് മുല്ലപ്പൂ എന്തായാലും കുത്തനെ കയറും കേട്ടോ. ഇപ്പം തന്നെ അത്യാവശ്യം വിലയുണ്ട്. ഇനി ഒരു മുഴത്തിന് 100 രൂപയെങ്കിലും നമ്മൾ കൊടുത്ത് മേടിക്കേണ്ടി വരും. എന്തായാലും ഫോട്ടോഷൂട്ടിനും പിള്ളേർക്ക് വെച്ചുകൊണ്ട് പോകാനൊക്കെ അടിപൊളിയാണ്. ആദ്യം തന്നെ നമ്മൾ ഈ ടിഷ്യൂ പേപ്പറിൽ നിന്ന് ഒരെണ്ണം എടുക്കണേ കേട്ടോ. അപ്പോൾ അത് 2 എണ്ണം ഉണ്ടാവും. അതിൽ നിന്ന് ഒരു പീസ് ഇതേപോലെ കട്ട് ചെയ്ത് 2 ആക്കി എടുക്കുക. എന്നിട്ട് ഇതേപോലെ മടക്കി കൊടുക്കണം കേട്ടോ. ഫസ്റ്റ് ഒരു റൗണ്ട് മടക്കുക, കറക്റ്റ് അളവായിരിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ആ സെയിം അളവിൽ തന്നെ നമുക്ക് ഒരു പ്രാവശ്യം കൂടി മടക്കിയിട്ട്, അപ്പോൾ ഇത് ഏകദേശം സെറ്റായി. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇത് ഫുള്ളും ഒന്നും കൂടി 2ആയിട്ട് വട്ടം മടക്കി കൊടുക്കുക. കണ്ടില്ലേ, ഇതേപോലെ വട്ടം മടക്കിയിട്ട് ഇനി ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. നടുക്കുന്ന് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്യണേ. ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും. ഇനി നമുക്ക് വീണ്ടും അത് 2ആക്കി മടക്കാം കേട്ടോ. എന്നിട്ട് വീണ്ടും ഒരു തവണയും കൂടി നമുക്കൊന്നും കൂടി മടക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ, നമ്മുടെ മടക്കൽ പരിപാടി കഴിഞ്ഞിട്ടോ. ഇനി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒന്ന് ജസ്റ്റ് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഇതേപോലെ 2 സൈഡും ഇതേപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണമുണ്ട്. ഞാനിവിടെ 3 ടിഷ്യൂ പേപ്പറാണ് എടുത്തത്. അപ്പം 3 ടിഷ്യൂ പേപ്പർ കൊണ്ട് എനിക്ക് ഏകദേശം ഒരു മുഴമെങ്കിലും, ഇപ്പോൾ കണ്ടില്ലേ, അത് ഒരു മുഴത്തിൽ കൂടുതലുണ്ട്. അപ്പോൾ അത്രയും എനിക്ക് കിട്ടി കേട്ടോ. ഇനി നമുക്കിത് വിടർത്തി കൊടുക്കാം. അപ്പോൾ വിടർത്തി കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ 4 പീസായിട്ട് കിട്ടും കേട്ടോ, ഇതേപോലെ. ഇനി നമുക്ക് കളറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു തത്തപ്പച്ച കളറല്ലേ നമുക്ക് തണ്ടിന് വേണ്ടത്. അപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു ഗ്രീനും പിന്നെ യെല്ലോ ഷെയ്ഡും കൂടി ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ കറക്റ്റ് ഷെയ്ഡ് കിട്ടിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇതേപോലെ നമുക്ക് മടക്കിയിട്ട് സെൻറ്റർ ഭാഗം ഇതേപോലെ ഇങ്ങനെ ആക്കി കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുത്താൽ മതി. അപ്പോൾ കറക്റ്റായിട്ട് ഇരുന്നോളും. നമുക്ക് പെട്ടെന്ന് കഴിയും കേട്ടോ. ഇതേപോലെ കണ്ടില്ലേ, ഇങ്ങനെ 4 പീസ് കിട്ടും. അതിങ്ങനെ ഒന്ന് ചുരുട്ടാൻ നടുക്ക്, എന്നിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം 2 കൈയും വെച്ച്. അപ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ ഗ്രീൻ കളറും കൂടെ മിക്സ് ചെയ്യും. മാല കോർക്കാൻ എനിക്ക് പൊതുവെ അറിയില്ല, അപ്പോൾ അമ്മയാണ് മാല കോർത്ത് തന്നത്. അങ്ങനെ നമ്മുടെ മുല്ലപ്പൂ മാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ട് കറക്റ്റ് മുല്ലപ്പൂവിന് എനിക്ക് തോന്നിയത്, ഇവിടെ മുല്ലപ്പൂവിന് ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് പൂ മേടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ കൈകുട്ടിക്കളിക്ക് വേണ്ടി. അപ്പോൾ അതിനേലും കുറച്ചും കൂടി ഭംഗിയായിട്ട് എനിക്കിത് തോന്നി കേട്ടോ.